ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങളെല്ലാവരും വെള്ളച്ചാട്ടം കാണാൻ പോകാനാണ് ഒരുങ്ങി നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നു, ഓട്ടോ നോക്കി പോവാണ് കേട്ടോ. അങ്ങനെ ഒരു ഓട്ടോ കിട്ടി, ഞങ്ങൾ നേരെ എത്തിയിട്ടുണ്ട്. വേറെ എവിടെയുമല്ല, നമ്മുടെ സ്വന്തം ബീച്ചിലാണ് കേട്ടോ. ഞങ്ങളുടെ ബീച്ചിലൊരു നല്ല ഒരു വെള്ളച്ചാട്ടമുണ്ട്. അത് നമുക്ക് കണ്ടു നോക്കാം. ബീച്ചിലെ വിശേഷങ്ങളും എല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ വെള്ളച്ചാട്ടം കാണാൻ കയറാനായിട്ട് 199 ആണ് ഒരാൾക്ക് ടിക്കറ്റ്. അങ്ങനെ ടിക്കറ്റ് എടുത്തു നേരെ എൻട്രിയിലോട്ട് പോവാം കേട്ടോ. അതെന്താണെന്നൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് കേട്ടോ ആ വെള്ളച്ചാട്ടം. വളരെ മനോഹരമാണ്. നമുക്ക് ഈ ചൂട് സമയത്ത് ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മൾ പോയിട്ട് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുന്ന നല്ലൊരു തണുത്ത ക്ലൈമറ്റായിരുന്നു. ഒറിജിനൽ വെള്ളച്ചാട്ടം പോലെ തന്നെ തോന്നിക്കുന്ന നല്ലൊരു ഫീലായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. നമുക്ക് നോക്കി നിന്നപ്പോൾ അതിലേക്ക് നമുക്ക് കൂടെ ഇറങ്ങാൻ തോന്നുന്ന ടൈപ്പിലായിരുന്നു. കുഞ്ഞുങ്ങളാണ് ഒരുപാട് കളിക്കുന്നത് വെള്ളച്ചാട്ടത്തിൽ. ശിവാനും കുറേ നേരം അതിൽ കളിച്ച് ഒരുപാട് നേരം രണ്ടുപേർക്കും വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനേ തോന്നില്ല. അതേ ലെവലിലുള്ള കളിയായിരുന്നു. നല്ല രീതിയിൽ അവർ കളിച്ചിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ അടുത്തേക്ക് പോയി നമുക്ക് ക്യാമറയിൽ എടുക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ ഫോണിലൊക്കെ വെള്ളം വീണിട്ട് മങ്ങിയ രീതിയിലാണ് കാണുന്നത് തന്നെ. ലൈറ്റൊക്കെ ഇട്ടായിരുന്നു വെള്ളച്ചാട്ടം കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ. അവിടെ റോബോട്ട് ഉണ്ടായിരുന്നു, പിന്നെ ചിമ്പാൻസി കുരങ്ങുണ്ടായിരുന്നു, റാബിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പല പല രീതിയിലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ 2 കുറുമ്പോഴും ഒരുപാട് നേരം വെള്ളത്തിൽ കളിച്ചതിന് ശേഷം 2 പേർക്കും നമുക്ക് തണുത്ത് വിറച്ചിട്ടാണ് വന്നത്. അങ്ങനെ തണുത്ത് വിറച്ച് വന്ന് 2 പേരും കൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിരുന്നതാണ് അവിടെ കണ്ടത് കേട്ടോ. ഡ്രസ്സ് മാറ്റാനായിട്ട് പ്രത്യേക സ്പേസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ റോബോട്ട്. ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ 2 പേർക്കും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കൈ കൊടുത്തു. എന്താണെന്ന് അറിഞ്ഞില്ല, പതിവില്ലാത്തൊരു മഴയും പെയ്തു ആ സമയത്ത്. മഴ ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കുക. ഇവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷെ എല്ലാവരും നിർത്തി വെച്ചിട്ട് മഴ പെയ്തപ്പോൾ എങ്ങോട്ടാണെന്ന് അറിയാതെ നിൽക്കാനൊരു സ്പേസ് നോക്കി വേഗത്തിൽ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ഇവിടെ കാണാൻ. ഇവിടെ സെൽഫിയൊക്കെ എടുക്കാൻ പറ്റിയൊരു ക്ലൈമറ്റാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇതിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലവർ ഷോ ആണ് കേട്ടോ കാണുന്നത്. പിന്നീട് അതിന് ശേഷമാണ് ഫ്ലവർ ഷോ വരുന്നത്.
ഫ്ലവർ ഡെക്കറേഷൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ സെൽഫിയൊക്കെ എടുക്കാൻ പറ്റിയൊരു പോയിൻ്റ് തന്നെയായിരുന്നു ഇത്. ഇതൊരു കൂൺ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ, ഫ്ലവർ വെച്ചിട്ട്, പിന്നെ ഹെലികോപ്റ്റർ, അങ്ങനെ പല പല ഐറ്റംസ് ഫ്ലവർ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ തന്നെ. അങ്ങനെ സുബാന് VR ഷോയിൽ കയറണമെന്ന് പറഞ്ഞു. അവനെ അതിൽ കയറ്റിയിട്ടുണ്ട്. അതിൽ കയറ്റി അവൻ്റെ ഷൂന്ന് കണ്ടോ. പിന്നെ നമ്മുടെ പതിവ് പോലത്തെ റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ, അതിലുമൊക്കെ കയറി. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡ്രാഗൺ ഫ്ലൈയിൽ കയറാനായിട്ട്. അങ്ങനെ അതിലൊന്ന് കയറി. അതിൽ കയറി ഫസ്റ്റ് ടൈമാണ് കയറിയെങ്കിൽ തന്നെ എൻ്റെ ശ്വാസം നിന്ന് പോകുന്ന അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് തന്നെ കേട്ടോ. അങ്ങനെ ഇതൊക്കെ തന്നെയാണ് ബീച്ചിലെ വിശേഷം. പിന്നെ ഇടയ്ക്ക് കുറേ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു ഇതിനുള്ളിൽ. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അത്ര തിരക്കായിരുന്നു അതിനുള്ളിലോട്ട് കയറിയപ്പോൾ. ഇതൊക്കെ ഉള്ളൂ ഞങ്ങളുടെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.